അജിത്ത് ആരാധകർക്കു കൊടുക്കാവുന്ന മരണമാസ ട്രിബ്യൂട്ട്. 2.5 മണിക്കൂർ തലയുടെ വിളയാട്ടവും അഴിഞ്ഞാട്ടവും. അജിത്തിന്റെ മുൻകാല സിനിമകളുടെ റഫറൻസും സൂപ്പർ ഹിറ്റ് ഡയലോഗുകളും ട്രോ ഗാനങ്ങളും മാസ് ടെംപ്ലേറ്റിൽ ചേർത്തുവച്ചൊരുക്കിയ ആദിക്ക് രവിചന്ദ്രൻ ഫാൻ ബോയ് സംഭവമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത്ത് ആരാധകരെന്നു കൂടെ പറയുമ്പോൾ സിനിമാ പ്രേമികൾ നിരാശരാകേണ്ട. കമേഴ്സ്യൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാം. വാലിയും അമർക്കളവും ദീനയും മങ്കാത്തയും വേതാളവുമൊക്കെ ഒരുമിച്ച് കണ്ടൊരു അനുഭവം. മുംബൈയിലെ അധോലോക നായകനാണ് റെഡ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന എ.കെ. എന്നാൽ തന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കായി ഭാര്യയ്ക്കു കൊടുത്ത ഒരു ഉറപ്പിൽ കഴിഞ്ഞ 17 വർഷമായി അയാൾ ജയിലിലാണ്. മകൻ പിറന്ന ദിവസം ജയിലിലായ എ.കെ. തന്റെ മകന്റെ 18ാം പിറന്നാളിന് ജയിൽ മോചിതനാകും. തന്റെ പൂർവ്വകാലം ഉപേക്ഷിച്ച് ബാക്കി ജീവിതം മകനും ഭാര്യയ്ക്കുമൊപ്പം സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എ.കെയെ കാത്തിരിക്കുന്നത് മറ്റൊരു വെല്ലുവിളിയായിരുന്നു. ഇതോടെ കഴിഞ്ഞ 17 വർഷം തന്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ഡ്രാഗണെ പുറത്തെടുക്കാൻ അയാൾ നിർബന്ധിതനാകുന്നു. അൾട്ടിമേറ്റ് സ്റ്റാർ തലയെ ഒരുപാട് നാളുകൾക്കുശേഷം ഹൈ എനർജിയോടെ സിനിമയിലുടനീളം കാണാനാകും എന്നതാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ പ്രധാന പ്രത്യേകത. പഞ്ച് ഡയലോഗിലും സ്റ്റൈലിഷ് ലുക്കിലും ആക്ഷനിലുമൊക്കെ അജിത്തിന്റെ അഴിഞ്ഞാട്ടം കാണാം. മാർക്ക് ആന്റണി ഇലെ അതേ മൂഡ് തന്നെയാണ് ഇവിടെയും സംവിധായകനായ ആദിക്ക് രവിചന്ദ്രൻ കൊണ്ടുവരുന്നത്. ജി.വി. പ്രകാശിന്റെ പേടപേടയ്ക്കണ BGM കൂടി ചേരുന്നതോടെ തെരശീലക്കുപോലും തീപിടിക്കുന്ന അവസ്ഥ. ഇടവേളയിൽ വിജയ് ഫാൻസിനും ഒരു ട്രീറ്റ് വച്ചിട്ടുണ്ട്. സംവിധായകനാകാൻ കൊതിച്ച് തമിഴിൽ 2 പതിറ്റാണ്ടോളം അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്ത രവി കണ്ടസ്വാമിയുടെ മകനാണ് ആദിക്ക്. ഭർത്താവിന്റെ സിനിമയിലെ കഷ്ടപ്പാട് കണ്ട് മകനെ ഒരിക്കലും സിനിമ ആകർഷിക്കരുതെന്ന് ആഗ്രഹിച്ചു അവന്റെ അമ്മ. അങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം കണ്ട പയ്യൻ തന്റെ അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ എഞ്ചിനീയറിംഗിനു ചേർന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടൻ നേരെ പോയത് സിനിമ പഠിക്കാൻ. ഒരേയൊരു സംവിധായകന്റെ കീഴിൽ മാത്രമാണ് ആദിക്ക് ജോലി ചെയ്തത്. അതും മലയാള സംവിധായകനായ മേജർ രവിക്കൊപ്പം കർമ്മയോദ്ധ എന്ന സിനിമയിൽ. 2015-ൽ തൃഷ ഇല്ലാന്ന നയൻതാര എന്ന ആദ്യ സിനിമ സംവിധാനം ചെയ്തു. ആകെ ചെയ്തത് 4 സിനിമകൾ. 2 ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. കരിയർ തന്നെ അവസാനിപ്പിച്ചുവെന്നു കരുതിയ വിശാലിന് മാർക്ക് ആന്റണിയിലൂടെ ആദ്യ 100 കോടി സമ്മാനിച്ച ആദിക്ക് തന്റെ 2ാം വരവ് അറിയിച്ചു. ഇപ്പോഴിതാ തന്റെ ഇഷ്ടതാരമായ അജിത്തിനുവേണ്ടി ഒരു 2.0 വേർഷൻ സിനിമ. കഥയോ ലോജിക്കോ ഒന്നും നോക്കരുത്. മേക്കിങ്ങിലൂടെയാണ് ആദിക്ക് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത്. സ്ക്രീൻ പ്ലേയുടെ മുകളിൽ പോകുന്ന ആവിഷ്കാര ശൈലി, സീനുകളുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധമായി പ്ലേസ് ചെയ്യുന്ന റെട്രോ ക്ലാസിക് ഗാനങ്ങൾ, തിയേറ്ററുകളിലെ പ്രകമ്പനം കൊള്ളിക്കാനുതകുന്ന തരത്തിലുള്ള കാമിയോ വേഷങ്ങൾ. അതിപ്പോൾ ഗ്രാഫിക്സിലൂടെ ആയാൽ പോലും പ്രേക്ഷകനെ രോമാഞ്ചം കൊള്ളിക്കുന്ന 3 വമ്പൻ താരങ്ങൾ അതിഥികളായി ഗ്രാഫിക്സ് എത്തുന്നുണ്ട്. ഡപ്പാം കുത്ത് മോഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതുപോലെയാണ് സിനിമയുടെ കഥ പറച്ചിൽ. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ അതേ മൂഡ്. ഹോളിവുഡ്, കൊറിയൻ തുടങ്ങി സൂപ്പർഹിറ്റ് വെബ് സീരീസുകളിൽ നിന്നുപോലും മാന്യമായി ചുരണ്ടൽ നടത്തിയിട്ടുണ്ടെങ്കിലും കുറ്റം പറയാനാകില്ല. അജിത്തിന് വില്ലനായി എത്തുന്നത് അർജുൻ ദാസ് ആണ്. ശബ്ദം കൊണ്ടും അഭിനയം കൊണ്ടും അജിത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം. ബേബി ടൈസൺ ആയി എത്തുന്ന സുനിൽ കോമഡി ആക്ഷൻ രംഗങ്ങളിൽ കലക്കി. തൃഷയാണ് അജിത്തിന്റെ ഭാര്യയുടെ വേഷത്തിൽ. അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഈ കഥാപാത്രത്തിനു നൽകിയിട്ടുണ്ട്. നസ്ലിനു വേണ്ടി വച്ച അജിത്തിന്റെ മകന്റെ വേഷത്തിൽ എത്തുന്നത് എമ്പുരാനിലൂടെ മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടിയ കാർത്തികേയ ദേവാണ്. പ്രഭു, പ്രസന്ന, പ്രിയ പ്രകാശ് വാര്യർ, ഷൈൻ ടോം ചാക്കോ, റെഡിൻ കിസ്ലി, ഉഷ ഉദുപ്പ്, രാഹുൽ ദേവ്, യോഗി ബാബു, ടിന്നു ആനന്ദ്, ജാക്കി ഷ്രോഫ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. അഭിനന്ദ് രാമാനുജത്തിന്റെ ഛായാഗ്രഹണം സിനിമയുടെ പവർ മൂഡ് നിലനിർത്തുന്നു. ആദിക്കിന്റെ മാർക്ക് ആന്റണിക്കു ക്യാമറ ചലിപ്പിച്ചതും അഭിനന്ദ് തന്നെയായിരുന്നു. മാർക്ക് ആന്റണിയിൽ കൊണ്ടുവരുന്ന പ്രത്യേക കളർ ടോൺ ഗുഡ് ബാഡ് അഗ്ലിയിലും കാണാം. അജിത്തിന്റെ ചില ക്ലോസ്പ് ഷോട്ടുകളൊക്കെ അതിഗംഭീരം. കൂടാതെ 80കളിലെ താരത്തിന്റെ പഴയകാല ഗെറ്റപ്പ് കാണിക്കുന്ന ഷോട്ടുകളും അത്യുഗ്രൻ. വിജയ് വേലുക്കുട്ടിയുടെ എഡിറ്റിംഗും എടുത്തു പറയണം. 139 മിനിറ്റുള്ള ഒരു ഘട്ടത്തിൽ പോലും പ്രേക്ഷകനെ മടുപ്പിക്കുന്നില്ല. അജിത് കഴിഞ്ഞാൽ പടത്തിലെ നായകൻ ജി.വി. പ്രകാശാണ്. ഹൈ മൊമെന്റുകൾക്ക് ഊർജം പകരുന്ന ജിവിയുടെ BGM സിനിമയ്ക്കും കരുത്തു പകരുന്നു. റെട്രോ ഗാനങ്ങൾ മിക്സ് ചെയ്തിരിക്കുന്ന രീതിയും മനോഹരം. അവസാനം ഇറങ്ങിയ ട്രെയിലറിലെ വൈബ് തന്നെയാണ് കഥയിലുടനീളം സിനിമയ്ക്കുള്ളത്. മാർക്ക് ആന്റണി മുകളിൽ പോയിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഇല്ലെന്നേ പറയാനാകൂ. എന്നാൽ മങ്കാത്ത അക്യുശേഷം അജിത്തിന്റെ അഴിഞ്ഞാട്ടം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം.